ഇന്നിവിടെ ഒരു ഈസി ആയിട്ട് ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഫസ്റ്റ് മല്ലിയില, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അരച്ച പേസ്റ്റ്, പിന്നെ കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിക്കണ്ട, ചെറുതായി ക്രഷ് ചെയ്യുക. പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ലേശം മല്ലിപ്പൊടി, ഇതൊക്കെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മളെ തൈരുണ്ടല്ലോ, തൈര് എടുക്കുക. ലൂസ് അല്ല, ഇച്ചിരി കട്ടി ചെയ്യണം തൈര് കേട്ടോ. കട്ട തൈരെടുത്ത് ഇതിലോട്ടൊന്ന് ലേശം ഒന്ന് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളക് എരിവ് കുറച്ചും കൂടെ ആവശ്യമുള്ള കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഓപ്ഷനിലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇട്ടില്ല ഉപ്പ്. ഉപ്പ് അറിയാലോ, ആവശ്യത്തിന് ഇടാവും, കൂടിപ്പോയാൽ പ്രശ്നമാണ്. അതൊന്നിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളവിടെ കഴുകി മാറ്റിയ ചിക്കൻ ഉണ്ട്. ചിക്കൻ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് നാളും നല്ലപോലെ ഈ മിക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി നല്ലപോലെ എല്ലായിടത്തും ഒരുപോലെ എത്തുന്നതിൽ വേണം ഒന്ന് അതിന്റെ അടപ്പെല്ലാം കൂടെ പിടിക്കാൻ. അത് നന്നായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മസാലകളെല്ലാം ചിക്കന്റെ എല്ലാ ഭാഗത്തും എത്തണം. നല്ലപോലെ കുഴച്ച് ഇതൊരു 25 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിരിക്കുന്ന ഏകദേശം ഒന്ന് സെറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ എടുക്കുക. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സ്ലിമ്മിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഇരിക്കും. ഓക്കെ.